സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡിന്റെയും വളരെ ഹെവി കോൺസെൻട്രേഷനോട് കൂടിയുള്ള മഴ രൂപേണയുള്ള ബാഷ്പീകരണത്തിനെയാണ് നമ്മൾ ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും കാണുന്നത് അർബൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഏരിയാസിലാണ് കാണുന്നത്. ഇത് പ്രധാനമായിട്ടും ഉണ്ടാകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഓട്ടോമൊബൈൽ ഫ്യൂൾസ് അത് കത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് ഒക്കെ കത്തുന്ന സമയത്ത് സൾഫർ ഡയോക്സൈഡും നൈട്രിക് ഓക്സൈഡും പുറപ്പെടുവിക്കുന്നു. ഇവ നേരെ മുകളിലേക്ക് ഉയരുകയും അവ മേഘപാടുകളിലെ വാട്ടർ വേപ്പേഴ്സുമായിട്ട് കൂടി കമ്പൈൻ ചെയ്ത് സൾഫ്യൂരിക് ആസിഡ് നൈട്രിക് ആസിഡുമായിട്ട് ഫോം ചെയ്യുന്നു. എന്നിട്ട് കുറെ കഴിയുമ്പോഴത്തേന് ഹെവി ഫ്ലോ ആയിട്ട് താഴേക്ക് വരുന്നു. അതിനെയാണ് നമ്മൾ ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് അർബൻ ഏരിയാസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഏരിയസിലേക്ക് കാണപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് ഇത് നമ്മുടെ റൂറൽ ഏരിയാസിലേക്കും കാണുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ ആസിഡ് റെയിൻ പുതുതായിട്ട് വന്നതായിട്ട് റിപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഈ ആസിഡ് റെയിൻ്റെ പ്രധാന ദോഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ ആസിഡ് റെയിൻ പെയ്യുന്ന അത്രയും പ്രദേശങ്ങളിലെ അഗ്രികൾച്ചർ, വെജിറ്റേഷൻ, ബിൽഡിങ്സ് ഇവയെല്ലാം തന്നെ നശിക്കും. അതുപോലെ തന്നെ സോയിലിന്റെ സ്ട്രക്ചറിലും വ്യത്യാസം വരുന്നു. പിന്നെ നമുക്കിത് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പൊല്യൂഷനെ കുറയ്ക്കുക എന്നത് മാത്രമാണ് ഇതിനൊരു വഴിയെന്ന് പറയുന്നത്.